ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ പായസത്തിൻ്റെ റെസിപ്പിയും ആയിട്ടാണ് കേട്ടോ. പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 3-4 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 1/4 ഗ്ലാസ് അളവിൽ ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഞവരരി എന്നൊക്കെ പറയുന്ന അരിയാണ്. അതും 1/4 ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന GS അരി അല്ലെങ്കിൽ ബിരിയാണി റൈസ്, അതാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉള്ള GS ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആവുകയുള്ളൂ. അപ്പോൾ അത് 1 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു 1.5 ഗ്ലാസിൻ്റെ അടുത്തായി കേട്ടോ. ഇപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പം ഒരു 1.25 ഗ്ലാസിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ചവ്വരിയാണ്, സാബൂനരി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് വേവിച്ച് വെള്ളം ഊറ്റി അതിനുശേഷം പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് നന്നായി കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5-8 വിസിൽ വരുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂടുതൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് പാല് ഇതിലേക്ക് ചേർക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് വെന്ത സാധനം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറുതെ വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി അത് നമ്മൾ പായസം റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ വേവിച്ച സാധനങ്ങളെല്ലാം കൂടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതാ ഞാനെല്ലാം കൂടെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ച് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ഒന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കണം. ഇപ്പോഴൊന്നും നമ്മൾ അടുപ്പിലേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. ഇതൊക്കെ താഴെ ഫ്ലെയിമില്ലാതെ വേണം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ആദ്യം ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് ആ കട്ടയൊക്കെ ഒന്ന് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇതധികം വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് നമ്മുടെ എത്രയാണോ നമുക്ക് ലൂസ് വേണ്ടത് അതനുസരിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ലിറ്റർ പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു പാലിൽ തന്നെയാണ് ഈ പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് നമുക്ക് പാല് ചേർത്തൊന്ന് മിക്സ് ലൂസാക്കി എടുക്കാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ അല്ലെങ്കിൽ ആദ്യമായിട്ടോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ലൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ ഈ കൂട്ട് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓവർ ഫ്ലെയിമായിട്ട് അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. നമ്മുടെ അരികളും അതേപോലെ ഗോതമ്പ് നുറുക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് പൊങ്ങി മറിഞ്ഞു പോകരുത്. അതിന് പകരം ഒന്ന് പൊട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് ഈ പാലിൻ്റെ അളവ് കുറച്ചിട്ട് ശർക്കരപ്പാനി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പശുവിൻ്റെ പാലിതാവുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ കാണാനും നല്ലൊരു കളറായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പശുവിൻ്റെ പാല് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പായസം അവിടെ ഇരുന്നൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല വെണ്ണ നെയ്യാണേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ
അപ്പോൾ തേങ്ങയൊക്കെ ഇതാ ഒന്ന് ഒരു പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞ് കളറൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് പെട്ടെന്നാവുന്നത് കൊണ്ട് തന്നെ തേങ്ങ ഒരു പകുതി വറവാകുമ്പോൾ വേണം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും കൂടെ പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തേങ്ങാക്കുത്തും ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഉണക്കമുന്തിരിയും പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കരിഞ്ഞു പോവാതെ ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാൻ ചൂടോടുകൂടി നമ്മൾ പായസത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ നെയ്യും അതേപോലെ പാലിലെ പായസവും മധുരവും പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസ് വേണം കേട്ടോ. ഈ ഒരു ലൂസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒരു ഒത്ത പരുവത്തിൽ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു പരുവത്തിലേക്കൊന്ന് കുറുകി വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൂസ് കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് വല്ലാണ്ട് അങ്ങ് കുറുകിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ ചൂടുവെള്ളമൊന്നും ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ടേസ്റ്റ് അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ ഈ പായസത്തിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ കുരു മാത്രം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ പായസ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. പിന്നെ നവരരി അതുപോലെ ഗോതമ്പ് നുറുക്ക് ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തും ഒക്കെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർത്തിരിക്കണേ. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ പുതിയ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം അതായത് മുഴുവനായിട്ടും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.